മെയ് 21, 2025 ഞാൻ ഇന്ന് HDFC ലൈഫിൽ ഇൻവെസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. ലെറ്റ്സ് സേ സ്വിംഗ് ട്രേഡിന് വേണ്ടിയാണ് ഞാൻ ചെയ്തിട്ടുള്ള സ്റ്റോക്ക് ഓപ്ഷൻ ആണ്. ഞാൻ എന്തുകൊണ്ട് ട്രേഡ് എടുത്തില്ല, എന്തുകൊണ്ട് ഞാൻ HDFC ലൈഫിൽ ഇൻവെസ്റ്റ് ചെയ്തു? ഞാൻ ബേസിക്കലി ട്രേഡാണ് എടുത്തിട്ടുള്ളത്, സ്റ്റോക്ക് ഓപ്ഷനിൽ. എന്തുകൊണ്ട് എടുത്തു, ഏത് സ്ട്രൈക്ക് പ്രൈസ് ആണ് എടുത്തത്, എങ്ങനെ ഞാൻ എൻ്റെ ലെവൽസ് ഫിക്സ് ചെയ്തു, ടെക്നിക്കൽ സൈഡും ദെൻ ഫണ്ടമെന്റൽ സൈഡും വേറെ കുറച്ചധികം അനാലിസിസും എങ്ങനെ എന്നുള്ളത് നമുക്ക് ഈ ഒരു വീഡിയോയിൽ മുഴുവൻ കാണാം. സോ ഇത് നിങ്ങൾക്ക് ഈ ലെറ്റ്സ് സേ HDFC ബാങ്കും അതിൽ HDFC ലൈഫും മാത്രമല്ല, നിങ്ങൾക്ക് ഈ ഒരു അനാലിസിസ് ഡെഫിനറ്റ്ലി കുറെ അധികം സ്റ്റോക്കുകളിൽ നോക്കാം. ഇതിനോടൊപ്പം തന്നെ നിങ്ങൾക്ക് ഏതെങ്കിലും സ്റ്റോക്ക് അനലൈസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ താഴെ കമന്റിൽ മെൻഷൻ ചെയ്യുക. ഡെഫിനറ്റ്ലി ഞാനോ നമ്മുടെ ടീമോ നിങ്ങൾക്ക് റെസ്പോണ്ട് ചെയ്യുന്നതായിരിക്കും. അപ്പോൾ നമുക്ക് നേരെ നോക്കാം HDFC ലൈഫിൽ ഞാൻ എന്തുകൊണ്ട് ഇൻവെസ്റ്റ് ചെയ്തു, എൻ്റെ ടാർഗറ്റ് എവിടെ, എൻ്റെ സ്റ്റോപ്പ് ലോസ് എവിടെ, എൻ്റെ എൻട്രി പോയിന്റ് എവിടെ, അതുപോലെ തന്നെ കുറച്ചധികം അനാലിസിസും. ലെറ്റ്സ് സീ. അപ്പോൾ നമ്മൾ നേരെ HDFCയുടെ ചാർട്ട് എടുത്ത് നോക്കുമ്പോഴത്തേക്ക് വളരെ വളരെ എളുപ്പത്തിൽ വളരെ സിമ്പിൾ ആയിട്ട് പ്രൈസ് ആക്ഷൻ വെച്ച് മാത്രമാണ് ഞാനിത് പറയുന്നത്. ഇത് കണ്ടോ, ഇത് ഓൾമോസ്റ്റ് ഈ ഒരു ഹൈ ഉണ്ട്. ഈ ഒരു ഹൈയെ നമുക്ക് ഡെയിലി ടൈം ഫ്രെയിമിൽ നല്ല സ്മൂത്ത് ആയിട്ട് ഇത് ബ്രേക്ക് ഔട്ട് ചെയ്തിട്ടുണ്ട്. അതുപോരാതെ നമുക്ക് വേണമെങ്കിൽ ഒരു 1 hour കൊടുത്തു കഴിഞ്ഞാൽ അത് ഇവിടുന്ന് നമുക്ക് ഈ ഒരു സേർട്ടൻ റേഞ്ചിൽ നിന്നും ബ്രേക്ക് ഔട്ട് കിട്ടിയിട്ടുണ്ട്. അത് ഡെയിലി ടൈം ഫ്രെയിമിൽ നമുക്ക് നല്ല രീതിയിൽ, അതായത് പ്രീവിയസ് ഹൈ ആണിത് അല്ലെ, ഈ ഒരു ഹൈയെ ബ്രേക്ക് ഔട്ട് ചെയ്ത് നല്ല സ്ട്രോങ് ആയിട്ട് ബ്രേക്ക് ഔട്ട് ചെയ്ത ക്യാൻഡിൽ ഇതാണ്. അപ്പൊ നമുക്ക് എന്താണ്, അവിടുന്ന് എൻട്രി എടുക്കുകയാണെങ്കിൽ സ്റ്റോപ്പ് ലോസ് ഈ ഒരു റേഞ്ചിൽ കൊണ്ടുവെക്കാം. 745 നമുക്ക് സ്റ്റോപ്പ് ലോസ് ആയിട്ട് കൺസിഡർ ചെയ്യാനായിട്ട് പറ്റും. 760 നമുക്ക് ഒരു എൻട്രി പോയിന്റ് ആയിട്ട് കുഴപ്പമില്ലാതെ തന്നെ കൺസിഡർ ചെയ്യാനായിട്ട് സാധിക്കും. ഇതിന്റെ ഓൾ ടൈം ഹൈ എന്ന് പറയുന്നത് ഓൾമോസ്റ്റ് 775 ഐ ബിലീവ്. ഓൾമോസ്റ്റ് ലൈക്ക് ഈ ഒരു റേഞ്ചിലാണ് നമുക്ക് ഇതിന്റെ ഓൾ ടൈം ഹൈ റേഞ്ച് സസ്റ്റെയിൻ ചെയ്ത് നിൽക്കുന്നത്. അതായത് 775.65 കറന്റ്ലി മാർക്കറ്റ് അവിടെ നിൽക്കുന്നത്. ഇതിനോടൊപ്പം തന്നെ വേറെ കുറച്ച് അനാലിസിസ് നമുക്ക് വേണമെങ്കിൽ ചെയ്യാം. BB നോക്കുകയാണെങ്കിൽ, ബോളിഞ്ചർ ബാൻഡ് നോക്കുകയാണെങ്കിൽ നല്ലൊരു മൊമെന്റം സെറ്റപ്പ് നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നുണ്ട്. സ്റ്റുഡൻസ്, നിങ്ങൾക്ക് അറിയാം മൊമെന്റം സെറ്റപ്പ് എന്താണെന്നുള്ളത്. നിങ്ങൾ ആ സെറ്റപ്പ് മുഴുവൻ ഇവിടെ നോക്കിയാൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഇവിടെ കിട്ടും. ഇതുപോലെ തന്നെ നമ്മൾ 200 EMA നോക്കുമ്പോൾ 200 EMAയുടെ മുകളിലാണ് കറന്റ് നിൽക്കുന്നത്. ഇതുപോലെ തന്നെ 100 EMA നോക്കിയാലോ 100 EMAയുടെ മുകളിലും, 50 EMA നോക്കിയാലോ 50 EMAയുടെ മുകളിലും. അപ്പം 50, 100 and 200 EMA ക്രോസ് ഓവർ എല്ലാവർക്കും അറിയാമെന്ന് വിശ്വസിക്കുന്നു. സ്വിംഗ് ട്രേഡിന്റെ ബേസിസിൽ ഒരു മെത്തേഡാണ് ആക്ച്വലി ഇത്. ഈ ഒരു 50, 100 and 200 ക്രോസ് ഓവർ വരുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഗോൾഡൻ ക്രോസ് ഓവർ എന്ന് പറയും. അത് കഴിഞ്ഞാൽ നല്ലൊരു മൊമെന്റം കിട്ടാനായിട്ട് പ്രോബബിലിറ്റി ഉണ്ട്. ഇവിടുന്ന് ഒരു മൊമെന്റം കിട്ടിയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ EMA ഇപ്പൊ നമ്മളോട് പറയുന്നത് ബുള്ളിഷ് ആയിക്കൊള്ളാനാണ്. ഇനിയും നമുക്ക് RSI, റിലേറ്റീവ് സ്ട്രെങ്ത് ഇൻഡെക്സ്, മാർക്കറ്റിന്റെ സെന്റിമെന്റ്സ് മനസ്സിലാക്കാനായിട്ട് നോക്കുകയാണെങ്കിൽ ഇത് ടെക്നിക്കൽ സൈഡാണ് ഞാൻ പറയുന്നത്. ഓക്കെ ഫൈൻ. നമ്മൾ ഇൻഡിക്കേറ്റേഴ്സിലോട്ട് വരുമ്പോൾ ടെക്നിക്കൽ സൈഡിലോട്ട് നമ്മൾ മാറിയിട്ടുണ്ട്. 68 കറന്റ്ലി നമുക്ക് നമ്മുടെ RSI നിൽക്കുന്നത്. 1 hourൽ 58. 60 above എന്ന് പറയുന്നത് നല്ല ഒരു ബുള്ളി സൈഡിലേക്ക് തന്നെയാണ് നിൽക്കുന്നത്. ഇത്രയുമാണ് നമുക്ക് ഇത് വളരെ സ്മൂത്ത് ആയിട്ട് നമുക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കുന്നത്. ഇതൊരിക്കലും ഈ ഒരു ട്രേഡ് റെക്കമെൻഡേഷനോ കാര്യമൊന്നുമല്ല. ഞാൻ എങ്ങനെയാണ് ഇത് ഒരു സ്വിംഗ് കൺഫർമേഷനിലോട്ട് എത്തിയത് എന്നുള്ളൊരു കാര്യം ടെക്നിക്കലി ആൻഡ് പ്രൈസ് ആക്ഷൻ ബേസ് നമ്മളിപ്പോ ഇവിടെ പറഞ്ഞിട്ടുണ്ട്. ഇനി ഫണ്ടമെന്റൽ സൈഡിലേക്ക് നമ്മൾ എടുത്ത് നോക്കുകയാണെങ്കിൽ കുറെ അധികം കാര്യങ്ങൾ നമുക്ക് ഇവിടെ ആഡ് ഓൺ ആയിട്ടുണ്ട്. ഇപ്പൊ എടുത്ത് പറയുകയാണെങ്കിൽ ഇവിടെ തന്നെ ഓൾമോസ്റ്റ് ഇത് ലേറ്റസ്റ്റ് പ്രൈസ്, ഇന്നത്തെ പ്രൈസ് 21 മെയ് 2025 HDFC ലൈഫ് നിൽക്കുന്നത് 759.20, 760 റേഞ്ചിൽ നിൽക്കുന്നുണ്ട്. ഓൾമോസ്റ്റ് 1.62% ഇല്ലെ 1.7% ഇന്ന് മാർക്കറ്റിൽ ഈ ഒരു മൂവ്മെന്റ് നമുക്ക് കിട്ടിയിട്ടുണ്ട്. ലാസ്റ്റ് ഒരു മാസമായിട്ട് 6.74% HDFC ലൈഫ് തന്നിട്ടുണ്ട്. അതായത് ഒരു ഷോർട്ട് ടൈം ഒരു ബുള്ളിഷ് ആയിട്ട് തന്നെയാണ് പൊക്കോണ്ടിരിക്കുന്നത് ലാസ്റ്റ് ഒരു മാസമായിട്ട്. ലാസ്റ്റ് 3 മാസമായിട്ടോ നല്ലൊരു സ്ട്രോങ് അപ് ട്രെൻഡിൽ ഓൾമോസ്റ്റ് 22.02% HDFC ലൈഫ് നമുക്ക് 3 മാസമായിട്ട് തന്നിട്ടുള്ളത്. 12 മാസം നോക്കുകയാണെങ്കിൽ 34.41%. സൂപ്പർബാണ്. ഒരു വർഷമായിട്ട് നല്ല റിട്ടേൺസ് തന്നിട്ടുള്ള ഒരു സ്റ്റോക്ക് തന്നെയാണ് HDFC ലൈഫ് എന്നുള്ളത്. ഇതിനോടൊപ്പം തന്നെ ഇതിന്റെ 52 വീക്ക് ലോ എന്ന് പറയുന്നത് 511 ഇപ്പോൾ കറന്റ് നിൽക്കുന്നത് 761 റേഞ്ചിലാണ്. 52 വീക്ക് ഹൈക്ക് അടുത്തായിട്ടാണ് നിൽക്കുന്നത്. 775 നമുക്ക് ഹൈ എന്ന രീതിയിൽ കൺസിഡർ ചെയ്യാൻ സാധിക്കുന്നത്. ഇനി ഇതിന്റെ ഒരു മേജർ സപ്പോർട്ട് എവിടെയെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ 745 നമുക്ക് ഇപ്പം നമ്മളിവിടെ കൺസിഡർ ചെയ്തിട്ടുള്ള 745 നമുക്ക് കൺസിഡർ ചെയ്യാൻ പറ്റും. 720 ഉണ്ട്, 700 ഉണ്ട്. ആ ഒരു ഗ്യാപ്പ്
സ്ട്രാറ്റജി ആണെങ്കിൽ നമുക്ക് അവിടെ ഇംപ്ലിമെന്റ് ചെയ്യാനായിട്ട് സാധിക്കും. റെസിസ്റ്റൻസ് സൈഡിലേക്ക് നോക്കുമ്പോൾ 760 എന്ന് പറയുന്ന നല്ലൊരു സ്ട്രോങ് റെസിസ്റ്റൻസ് ഉണ്ട്. ബട്ട് എന്നാൽ ആ ഒരു സ്ട്രോങ് റെസിസ്റ്റൻസ് ബ്രേക്ക് ചെയ്യാനായിട്ടുള്ള ഒരു പൊട്ടൻഷ്യൽ ഉണ്ട് എന്ന് ഞാൻ വിശ്വസിക്കുന്നു. ദെൻ 775 ഉണ്ടായിരിക്കും, ബട്ട് നോ പ്രോബ്ലം. ഓൾറൈറ്റ്, സോ ഈ ഒരു രീതിയിൽ നോക്കുമ്പോഴത്തേക്ക് നമുക്ക് കുഴപ്പമില്ലാത്ത നല്ല ഒരു പുഷ് നമുക്ക് കാണുന്നുണ്ട്. അതുപോലെ തന്നെ വോളിയത്തിന്റെ കേസ് പറയുകയാണെങ്കിൽ റീസെന്റ് നല്ല രീതിയിൽ ഒരു ഹ്യൂജ് വോളിയമാണ് HDFC ലൈഫിൽ. ഞാൻ തന്നെ ഈ മാസം HDFC ലൈഫിൽ നല്ലൊരു പ്രോഫിറ്റ് ബുക്ക് ചെയ്ത് കഴിഞ്ഞിട്ടാണ് നമ്മളിപ്പോൾ പിന്നെയും ഞാനൊരു റീ എൻട്രി ചെയ്തിട്ടുള്ളത്. അത്യാവശ്യം നല്ല ഒരു രീതിയിൽ തന്നെയാണ് നിൽക്കുന്നത്. ബീറ്റ വാല്യൂ എന്ന് പറയുന്നത് ഓൾമോസ്റ്റ് ലൈക്ക് 0.92 ആണ്. മോഡറേറ്റ്ലി വോളറ്റൈൽ ആയിരിക്കും. മാർക്കറ്റ് കുഴപ്പമില്ലാതെ ഒരു പുഷ് കാണുമെന്ന് വലിയ റിസ്ക് ഇല്ലാതെ നമുക്ക് ചെയ്യാൻ പറ്റും. ബീറ്റ വാല്യൂ എന്താന്ന് നിങ്ങൾക്ക് ആർക്കെങ്കിലും അറിയുമോ? ഓൾറൈറ്റ്, സ്വിംഗ് ഒക്കെ ചെയ്യുമ്പോൾ വേണമെന്നുണ്ടെങ്കിൽ ഇത്രയും സൈഡിലേക്ക് പോകാം. ബട്ട് ഞാൻ അത്രയൊന്നും പോകാറില്ല. ഞാൻ പ്യൂർലി പ്രൈസ് ആക്ഷൻ ബേസ് ആണ് ചെയ്യുന്നത്. ബട്ട് എന്നാൽ കുറെ അധികം പേർക്ക് ഇത് ആവശ്യമുണ്ട് എന്നുള്ളത് കൊണ്ട് ഞാൻ ഇത് ആഡ് ഓൺ ചെയ്തിട്ടുള്ളത്. ഇനി ചാർട്ട് പാർട്ടിന്റെ സൈഡിലോട്ട് നോക്കുമ്പോഴത്തേക്ക് ലെറ്റ്സ് സേ വൈക്കോഫ് ഞാൻ എൻ്റെ ലൈഫിൽ കണ്ടിട്ടുള്ളത് വെച്ച് വൺ ഓഫ് ദ മോസ്റ്റ് കോംപ്ലിക്കേറ്റഡ് മെത്തേഡുമാണ്, ബെസ്റ്റ് മെത്തേഡുമാണെന്ന് തന്നെ പറയാൻ പറ്റും. സോ ഹിയർ വൈക്കോഫ് നോക്കുമ്പോൾ ഇവിടെ ഒരു അക്യുമുലേഷൻ നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. ഒന്നുകൂടെ സ്പെസിഫിക് ആയിട്ട് പറയുകയാണെങ്കിൽ മൈ ബി ഒരു റീഅക്യുമുലേഷൻ എന്ന രീതിയിൽ കാണാൻ സാധിക്കുന്നു. അതുകൊണ്ട് നല്ലൊരു ആ ഒരു ഹൈ ബ്രേക്ക് ചെയ്ത് ഇനിയും അത് പുഷ് ചെയ്യാനായിട്ട് പ്രോബബിലിറ്റി ഉണ്ട്. ഈ ഒരു Q4 റിസൾട്ട് വന്നിട്ടുണ്ടായിരുന്നു. 15.48% ഇയർ ഓൺ ഇയറിൽ ഇത് പ്രോഫിറ്റ് ആയിരുന്നു. അതായത് 475.36 കോടി രൂപ. അത്യാവശ്യം നല്ല രീതിയിൽ നമുക്കൊരു ക്വാർട്ടർലി റിസൾട്ടും കിട്ടിയിട്ടുണ്ട്. ആനുവൽ റിപ്പോർട്ട് നോക്കുകയാണെങ്കിൽ 15.04% ഇത് സെയിൽസ് ഗ്രോത്ത് ആണ്. ടോട്ടലി നല്ലൊരു റിസൾട്ടാണ് ഇപ്പം നമുക്ക് കാണാൻ സാധിച്ചു ഓൾറെഡി, ഇല്ലേ? അതായത് 3 മാസം, 1 മാസം 12 മാസത്തെ അനാലിസിസ് നമ്മളിവിടെ ചെയ്തിട്ടുണ്ട്. ഫൈനൽ ഡിവിഡൻഡ് ഇത് പ്രൊവൈഡ് ചെയ്തിട്ടുണ്ടായിരുന്നത് 2.10 പെർ ഷെയർ ആയിരുന്നു നമുക്ക് ജൂൺ 20, 2025 പ്രൊവൈഡ് ചെയ്തിട്ടുണ്ടായിരുന്നത്. സോ ഈ ഒരു രീതിയിൽ നോക്കുമ്പോഴത്തേക്ക് ഞാൻ ഡെഫിനറ്റ്ലി HDFC ലൈഫിൽ ഇന്ന് ഇൻവെസ്റ്റ് ചെയ്തിട്ടുണ്ട്. പക്ഷെ ഞാൻ എൻ്റെ റിസ്കിനെ മാനേജ് ചെയ്തിട്ട് തന്നെയാണ് ഇൻവെസ്റ്റ് ചെയ്തിട്ടുള്ളത്. ഞാൻ എടുത്തിട്ടുള്ള സ്ട്രൈക്ക് പ്രൈസ് നെക്സ്റ്റ് മന്ത് ജൂൺ മന്ത് 760 കോൾ ഓപ്ഷൻ ആണ് ഞാൻ ബൈ ചെയ്തിട്ടുള്ളത്. നമുക്ക് നോക്കാം എന്താകുമെന്നുള്ളത്. ഓക്കെ, സൂക്ഷിച്ച് ട്രേഡ് ചെയ്യുക. റിസ്ക് മാനേജ്മെന്റ് നിർബന്ധമായിട്ടും നിങ്ങൾ ചെയ്യുക. സോ ദാറ്റ്സ് ഇറ്റ്. നിങ്ങൾക്ക് എന്തെങ്കിലും കാര്യങ്ങൾ അറിയാതെ താഴെ കമന്റ് മെസ്സേജ് ചെയ്ത് തീർച്ചയായിട്ടും നമ്മുടെ ടീം നിങ്ങളെ കോൺടാക്ട് ചെയ്യുന്നതായിരിക്കും, അല്ലെങ്കിൽ റെസ്പോണ്ട് ചെയ്യുന്നതായിരിക്കും. നിങ്ങൾക്ക് എന്തെങ്കിലും ഡീറ്റെയിൽസ് അറിയുന്നെങ്കിൽ നമ്മുടെ ടീമിനെ നിങ്ങൾക്ക് എപ്പോൾ വേണമെങ്കിലും കോൺടാക്ട് ചെയ്യുന്നതാണ്. സീ യു ദേർ.